നാളെ ഞങ്ങൾ HR വിളിപ്പിക്കും. യൂട്യൂബ് പൂട്ടുന്നതാണ്. ഫേസ് റിവീൽ ചെയ്യോ? യൂട്യൂബ് എല്ലാം ക്യാമറയിൽ പതിയുന്നുണ്ടല്ലോ. വ്ളോഗിംഗ് പരിപാടിയോടെ അവസാനിക്കുന്നതാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നൈറ്റിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ്. പോകാൻ ആയിട്ടില്ല, കുറച്ചും കൂടി കഴിഞ്ഞാൽ ഞാൻ പോകും. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡ്യൂട്ടി നൈറ്റ് എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഞാൻ അതിന് പോകുന്ന മുതൽക്ക് അവിടെ എത്തിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടെ വെച്ചിട്ടൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ കുറേ പേര് എൻ്റെ അടുത്തൊരു ഡ്യൂട്ടി ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കാം നമുക്ക് ഇന്ന് എന്താ നടക്കുക എന്നുള്ളത്. സോ ഞാൻ ഒന്ന് ഒരുങ്ങിയിട്ട് കാണാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അങ്ങനെ ഞാനിതാ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ. അച്ഛൻ എന്നും സ്റ്റോപ്പിൽ ഇറക്കി തരും. അവിടുന്ന് പിന്നെ ബസ് പിടിച്ചിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാറുള്ളത്. കുറച്ച് നേരം ബസ്സൊക്കെ കാത്തുനിന്നിട്ട് ഫൈനലി എനിക്ക് ബസ് കിട്ടിയിട്ട് അങ്ങനെ ഞാൻ പോയിട്ടോ. എനിക്കൊരു വിൻഡോ സീറ്റ് ആയിരുന്നു കിട്ടിയത്. അത് കിട്ടിയതോടെ ഞാൻ ഹാപ്പി ആയിരുന്നു. കാരണം കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ അങ്ങ് പോകാലോ. ഞാനിപ്പോഴും പുതിയ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് പിന്നെ നടന്ന് പോകാറാണ് കേട്ടോ പതിവ്. കാരണം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. പിന്നെ ഉണ്ടല്ലോ, എനിക്കൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഞാൻ നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സ്പീഡിലേക്ക് നടക്കുക. കൂടെ ആരോ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഞാൻ നോക്കില്ല. ഉണ്ടല്ലോ, മെല്ലെ നടക്കാൻ എന്തോ അറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സ്പീഡിൽ നടന്ന് അങ്ങ് പോകും. ഡ്യൂട്ടി കയറുന്നതിന് മുമ്പ് പിന്നെ ഞാൻ ഒരു ചായ കുടിച്ചിട്ടായിരുന്നു ഡ്യൂട്ടി കയറിയിട്ടുണ്ടായിരുന്നു. നമ്മളെ ലാബ് വരുന്നത് 7th ഫ്ലോറിലാണെന്ന് ഞാൻ കുറെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇത് അവിടുത്തെ താഴേക്കുള്ള വ്യൂ ആണ്. ലാബിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ പരിപാടി കോട്ട് എടുത്തിടലും ടാഗ് എടുത്തിടലും ഒക്കെയാണ്. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ നേരെ സാമ്പിൾ വെക്കാൻ വേണ്ടിയിട്ട് പോയി. സത്യം പറയുകയാണെങ്കിൽ ഈ ഡ്യൂട്ടി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉണ്ടാവുള്ളൂ, നാളെ രാവിലെ വരെ വലിയ തിരക്കൊന്നുമില്ലാതെ അങ്ങനെ അങ്ങ് സ്മൂത്ത് ആയിട്ട് പോകണം. എപ്പോഴും അങ്ങനെ സ്മൂത്ത് ആയിട്ടൊന്നും പോകില്ല കേട്ടോ. ചിലപ്പോൾ നല്ല തിരക്കായിരിക്കും, ചിലപ്പോൾ വലിയ സാമ്പിൾ ഒന്നും ഉണ്ടാവില്ല. നമ്മളെ ഭാഗ്യം പോലെ ഉണ്ടാവും. ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ടുള്ള നൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കും. ഞങ്ങൾക്ക് എല്ലാവർക്കും ഡേ ഡ്യൂട്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇഷ്ടം. അതാകുമ്പോൾ കുറേ പേരുണ്ടാവും. ഒരു ഓളാണ് നമ്മൾ ഡേയിൽ വന്നിട്ട് ഡ്യൂട്ടി എടുക്കുന്ന സമയത്ത്. ഒരു സാമ്പിൾ ഉണ്ടായിരുന്നു, അത് ഞാൻ വെച്ചു. ഇനിയൊന്ന് അടുക്കി ഒതുക്കി പെറുക്കി വെക്കാനുണ്ട്. പിന്നെ മിഷനിൽ ക്ലീനിങ് കൊടുക്കാനുണ്ട്. പിന്നെ മൊത്തത്തിലൊന്ന് തുടച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ കാണിച്ചു തരാം. അത്രയ്ക്കേ ഉള്ളൂ, വലിയ ഇതൊന്നുമില്ല. പിന്നെ തിരക്കില്ലെങ്കിൽ ഇങ്ങനെ ചുമ്മാ ഇരിക്കാം, തിരക്കാണെങ്കിൽ പണിയെടുക്കേണ്ടി വരുമല്ലോ. അപ്പം അങ്ങനെയൊക്കെ. സോ ഇനി അടുക്കി ഒതുക്കി പെറുക്കി വെക്കുന്നത് കാണാം. കമോൺ. എല്ലായിടത്തും ഇങ്ങനെയൊക്കെയാണോ എന്നുള്ളത് അറിയില്ല കേട്ടോ. കാരണം ഞാൻ ഓൾറെഡി വർക്ക് ചെയ്ത സ്ഥലത്തൊക്കെ നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട്. എല്ലാം ക്ലീൻ ആക്കിയൊക്കെ വെക്കും നൈറ്റുള്ള സ്റ്റാഫ്. സോ അതന്നെ നമ്മൾ ഇവിടെയും കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നതാണ്. നമ്മൾ സാധാരണ ഡെറ്റോളാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത്. ഡെറ്റോൾ യൂസ് ചെയ്തിട്ട് എല്ലായിടും ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കും. നമ്മൾ മന്തി ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ വരും. സോ വെയിറ്റിങ്ങിലാണ്. ഉണ്ടാവുമെന്ന് അറിയില്ല, നോക്കാം. നമ്മൾ വേറൊരു സ്ഥലത്തു നിന്നാണ് ഓർഡർ ചെയ്യുന്നത്. മന്തി ഹൗസ് എന്നാണ് തോന്നുന്നുണ്ട്. അപ്പം ഇപ്പം എത്തുമായിരിക്കും. നമ്മൾ ഓർഡർ ചെയ്തിട്ട് കുറച്ച് സമയമായി. ഇനി അത് കഴിക്കണം. ഇതാണ് നമ്മളെ മന്തി വന്നിരിക്കുന്നു. മന്തി കഴിച്ച ശേഷം നമുക്ക് ക്യൂസി കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൊടുത്ത ശേഷം നമ്മൾ നെക്സ്റ്റ് ഐറ്റം കഴിക്കാൻ വേണ്ടി പോവാണേ. കേക്കാണ്. എങ്ങനെയുണ്ട് അഭിപ്രായം? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അക്ഷയ ചന്ദ്രൻ ഒഫീഷ്യൽ. ഒരു യൂട്യൂബർ ആവാൻ ഭയങ്കര ആഗ്രഹേനു. അപ്പൊ അതൊന്നും എന്തായാലും സാധിച്ചില്ല. അപ്പൊ മറ്റുള്ളവരെ ഇൻട്രോ പകരമായിട്ട് പറയാ. അതൊക്കെ ഇപ്പൊ എന്നെ കൊണ്ട് പറ്റൂ. നല്ലൊരിതാണ്. അതെ, അതാ നമ്മളിതാണ് കഴിച്ചോണ്ടിരിക്കുന്നത്. നാളെ ഞങ്ങൾ HR വിളിപ്പിക്കും. യൂട്യൂബ് പൂട്ടുന്നതാണ്. ഇതാണ് നമ്മൾ കഴിച്ചോണ്ടിരിക്കുന്നത്. നല്ല ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. എന്താ പേരെന്താന്ന് അറിയോ? പേരൊന്നും അറിയില്ല, പേരൊന്നും ചോദിക്കരുത്, നമുക്ക് തിന്നാനേ അറിയോ. നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. പറഞ്ഞു പറയിപ്പിക്കണല്ലോ, ഞാൻ അല്ലാണ്ട് പറയാം. അല്ല, ഞാൻ യൂട്യൂബ് ചാനൽ മൂസിലേക്ക് വിറ്റ്. ഇനി നാളെ മുതൽ ഇത് മൂസിനെ ഒഫീഷ്യലായി അറിയപ്പെടുന്നതാണ്. ക്യാമറയിൽ പതിയുന്നുണ്ടല്ലോ. മിക്കവാറും ഈ വ്ളോഗിംഗ് പരിപാടിയോടെ അവസാനിക്കുന്നതാണ്. നമ്മളെ പണി പോയി. ഈ അക്ഷയ ചന്ദ്രൻ ഒഫീഷ്യൽ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, പിന്നെ ഒരു ചാനൽ തുടങ്ങാനും മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. യെസ്, ഞാൻ അപ്പൊ എല്ലാരും മോട്ടിവേറ്റ് ചെയ്യും. പക്ഷെ എന്റെ മോട്ടിവേഷനിൽ അധികം ആളും വീഴലില്ല. അഭിപ്രായം പറയണേ. അതെ, അഭിപ്രായം മാനിച്ച് ഞാൻ തുടങ്ങുന്നതാണ്. ഇതിന്റെ അടിയിൽ കമന്റ് വരുന്നതിനനുസരിച്ചിരിക്കും മൂസിന ചാനൽ തുടങ്ങണോ തുടങ്ങണ്ടേ എന്നുള്ളതില്ലേ അല്ലേ? യെസ്, കുറെ തുടങ്ങും. അതെ, നിങ്ങൾ യെസ് ഓർ നോ കമന്റ് ചെയ്യാം.
നിങ്ങളെ അഭിപ്രായം മാനിച്ച് ഒരു കൈ നോക്കാം. അതെ, ട്രൈ ചെയ്യാ. യെസ്. ഫേസ് റിവീൽ ചെയ്യോ യൂട്യൂബ് ചാനലില്? ഇതില് റിവീൽ ചെയ്ത് പിന്നെ ഇതിൽ റിവീൽ ചെയ്തു. സ്വന്തമായിട്ട് സ്വന്തമായിട്ട് തുടങ്ങുമ്പോ റിവീൽ ചെയ്യൂല. നിങ്ങൾ ആരോട് പറയാൻ ഇത് ഞാനാണെന്ന് സപ്പോർട്ട് ചെയ്തിട്ട് കമന്റ് ഇടാണ്. ഓക്കെ. മുസ്ന ഗിജയ് ഞാൻ ഇടുന്നതായിരിക്കും. ഞാൻ എന്റെ അക്കൗണ്ടിൽ ഞാൻ തന്നെ ഇടുന്നതായിരിക്കും. വേറെ ആരെങ്കിലും നമുക്കൊരു പോൾ ഇട്ടാലോ? മുസ്ന യൂട്യൂബ് ചാനൽ തുടങ്ങണോ വേണ്ടയോ? നല്ലൊരു ഐഡിയ ആയിരിക്കും. ആളുകൾ ഏതിനാണ് കൂടുതൽ വോട്ട് ചെയ്യുന്നത് നോക്കാം. നീ എന്ത് പറയുന്നു? നമുക്ക് തുടങ്ങാം മുസ്ന. സപ്പോർട്ട് അപ്ലോഡ് ചെയ്താല് നൈറ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഞാൻ വീഡിയോയിൽ ഇനിയും വരും. വീഡിയോ എടുക്കാനായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരും. ഒരു വർഷത്തെ ഈ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള അഭിപ്രായം പറ. നല്ലൊരിതാണ് പറ, എന്തെങ്കിലും പറ. നല്ല ഹോസ്പിറ്റലാണ്, നല്ല ആൾക്കാരാണ്, നല്ല യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ട്. ഞാൻ മാത്രം. പിന്നെന്താ പോകുന്നതിൽ നല്ല വിഷമമുണ്ട്. പക്ഷെ എനിക്ക് കരച്ചിലൊന്നും വരുന്നില്ല. എന്താ വിഷമമുണ്ട്, പക്ഷെ എനിക്ക് കരച്ചിലൊന്നും വരുന്നില്ല. ലാസ്റ്റ് നൈറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ലാസ്റ്റ് നൈറ്റ് വൈബ് കിട്ടും ആണല്ലേ? ഞാൻ ഉള്ളതുകൊണ്ടല്ലേ? അതെ. അപ്പൊ ഞാൻ ഒന്നും പറയിപ്പിക്കുന്നല്ല കേട്ടോ. ഒക്കെ സ്വന്തമായി പറയിപ്പിക്കുന്നതാണ്. അവരങ്ങനെ വിചാരിക്കും. എന്റെ മൊണ്ണത്തരങ്ങളും ഞങ്ങളെ ഷൊണ്ണത്തരങ്ങളും അതെ എല്ലാം ഉൾപ്പെട്ട ഒരു നൈറ്റ്. അതെ, അതാണ് ഈ ഒരു നൈറ്റിലുള്ളത്. ഇപ്പോ നമ്മളെ കൂടെ വീഡിയോയിൽ വരാൻ അത്രയും ആഗ്രഹിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളെ കൂടെ വരാൻ പറ്റിയില്ല. അപ്പം ആ സഹോദരിയോട് മാപ്പ്. സ്പെഷ്യലായിട്ട് ഒന്നും കഴിക്കരുത്, വീഡിയോ എടുക്കരുത്, ഞാനില്ലാത്തത് ആലോചിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ എന്തോ ഞങ്ങൾക്ക് അങ്ങനെ എടുക്കാൻ തോന്നിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾ എടുത്ത് സാരല്ല, നമുക്ക് അടുത്ത പ്രാവശ്യം സെറ്റാക്കാം. അതെ ഗൈസ്, നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.